ചാലോടിനടുത്ത എടയന്നൂരിൽ വാഹനാപകടത്തിൽ മരിച്ച അമ്മയ്ക്കും മക്കൾക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നെല്ലൂന്നി കുട്ടിക്കുന്നുമ്മൽ റോഡിൽ ലോട്ടസ് ഗാർഡനിൽ നിവേദ രഘുനാഥ്, മക്കളായ സാത്വിക്, ഋഗ്വേദ് എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മട്ടന്നൂർ കണ്ണൂർ റോഡിൽ എടയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുണ്ടായ അപകടത്തിലാണ് അമ്മയും 2 മക്കളും മരിച്ചത്. ബുധനാഴ്ച രാവിലെ മട്ടന്നൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹങ്ങൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് അമ്മയുടെയും ഒരു മകന്റെയും മറ്റൊരു മകന്റെ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നുമായി പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ഉച്ചയ്ക്ക് 1:30 മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തുടർന്ന് നെല്ലൂന്നി ഗ്രാമദീപം വായനശാല പരിസരത്ത് പൊതുദർശനത്തിന് വച്ചു. പിന്നീട് നിവേദിയുടെ സഹോദരി ഗിരിജയുടെ വീട്ടിലും തുടർന്ന് സ്വന്തം വീട്ടിലും പൊതുദർശനത്തിന് വച്ച ശേഷം തില്ലങ്കേരി ശാന്തി തീരത്ത് സംസ്കരിച്ചു. അമ്മയെയും മക്കളെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ആളുകളാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സാത്വിക്, ഋഗ്വേദ്, രഘുനാഥ് എന്നിവർ പഠിക്കുന്ന മട്ടന്നൂർ ശങ്കര വിദ്യാപീഠം സ്കൂളിലെ അധ്യാപകർ അടക്കമുള്ളവർ വീങ്ങിപ്പൊട്ടി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, കെ ശൈലജ MLA, മുൻ മന്ത്രി EP ജയരാജൻ, നഗരസഭാ ചെയർമാൻ N ഷാജിദ്, വത്സൻ തില്ലങ്കേരി, ചന്ദ്രൻ തില്ലങ്കേരി, CV ശശീന്ദ്രൻ, രാജീവൻ എളയാവൂർ, മുഹമ്മദ് ബ്ലാത്തൂർ, P പുരുഷോത്തമൻ, ബിജു ഏളക്കുഴി, KP രമേശൻ, K വേലായുധൻ, സുരേഷ് മാവില തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. അമ്മയും മക്കളും സഞ്ചരിച്ച സ്കൂട്ടിയിൽ ചാലോട് ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് വരുന്നതിനിടെ കൊട്ടിയൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അടിഭാഗത്ത് കുടുങ്ങിയ സ്കൂട്ടറുമായി 50 മീറ്ററോളം കാർ മുന്നോട്ട് നീങ്ങി. കാറിനടിയിൽ കുടുങ്ങിപ്പോയ സാത്വിക്കിനെ വാഹനം മറിച്ചിട്ടാണ് പുറത്തെടുത്തത്. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അമ്മയുടെയും മക്കളുടെയും ജീവൻ രക്ഷിക്കാനായില്ല. കുറ്റ്യാട്ടൂരിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രോത്സവത്തിന് പോയ നിവേദിയും കുട്ടികളും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് അപകടം. അമ്മയുടെയും മക്കളുടെയും മരണം നെല്ലൂന്നി ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. മട്ടന്നൂരിൽ നിന്ന് അധികം ദൂരമില്ലാത്ത നെല്ലൂന്നിയിൽ 6 വർഷത്തോളമേ ആയിട്ടുള്ളൂ കുടുംബം പുതിയ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട്. നിവേദിയുടെ അച്ഛൻ കവണിശ്ശേരി കുഞ്ഞമ്പു നായർ നൽകിയ സ്ഥലത്താണ് പുതിയ വീട് വെച്ചത്. ക്രിസ്മസ് അവധിക്ക് സ്കൂൾ അടച്ചതോടെ എവിടെയെങ്കിലും പോകണമെന്ന് കുട്ടികൾ നിർബന്ധം പിടിച്ചതോടെയാണ് കുറ്റ്യാട്ടൂരിൽ തെയ്യം കാണാൻ പോയത്. ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു പോയത്. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് അമ്മയും മക്കളും സ്കൂട്ടറിൽ നാട്ടിലേക്ക് മടങ്ങിയത്. നാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്നും ചാലോട് എത്തിയെന്നും നെല്ലൂന്നിയിലെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ചാലോട് നിന്നും അധികം വൈകാതെ എടയന്നൂരിൽ എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. തെയ്യം കണ്ടുള്ള മടക്കം ഇരുവരുടെയും അവസാന യാത്രയായി. മരിച്ച നിവേദയുടെ ഭർത്താവ് രഘുനാഥ് വിദേശത്തായിരുന്നു. ഭാര്യയുടെയും മക്കളുടെയും മരണവിവരം അറിഞ്ഞതോടെ കുവൈത്തിലുള്ള രഘുനാഥ് ബുധനാഴ്ച പുലർച്ചെ നാട്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.